ഇന്നത്തെ വീഡിയോയിൽ ഒരു നാടൻ ചായക്കടിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള 3-4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായക്കടിയാണിത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ മുട്ട പതിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് ഈ ഷുഗർ ഒന്ന് മെൽട്ടായിട്ട് വന്നാൽ മതി. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കുറച്ച് സമയം മിക്സ് ആക്കിയാൽ തന്നെ ഈ ഷുഗറെല്ലാം മെൽട്ടായിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. അപ്പോൾ ഞാനിതിപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് റവ കൂടാനും കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടോട്ടൽ എത്ര റവ എടുത്തെന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ 1 കപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇത് നമ്മൾ കുറച്ച് കട്ടിയിലുള്ള ബാറ്ററാണ് കേട്ടോ റെഡിയാക്കുന്നത്. അധികം ലൂസായി പോരുത്. നമ്മളിങ്ങനെ മിക്സ് ആക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പം കട്ടി കുറവായതുകൊണ്ട് ഞാനൊരു 1/4 കപ്പും കൂടി റവ എടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ കുറച്ച് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം 1 കപ്പും 1/4 കപ്പിൽ കുറച്ച് കുറവായിട്ടാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും റവ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് കയ്യിലെടുത്തിട്ട് നുള്ളിയിടാൻ പറ്റണം കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം കുറച്ച് മാവ് കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് മൊത്തം നുള്ളിയിട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത്. കാരണം മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ ഉള്ളിൽ വേവാത്ത പോലെ ആയിപ്പോവും. അപ്പോൾ ഫുള്ളായിട്ട് കുക്കായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ ഈ പാത്രത്തിൽ മുഴുവനായിട്ടും ഇതേപോലെ നുള്ളിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 സൈഡും നല്ലൊരു കളറിൽ ഇത് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായിട്ട് കിട്ടും. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ എണ്ണയിലിട്ടിട്ട് അപ്പോൾ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലെ നല്ലൊരു കളറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മലബാർ ഭാഗത്തൊക്കെ തരിയും മുട്ടയും നുള്ളിയിട്ടത് എന്നൊക്കെയാണ് പറയുക. കാരണം റവക്ക് ആ ഭാഗത്തൊക്കെ തരി എന്നാണ് പറയുക. അപ്പോൾ തരിയും മുട്ടയും കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിന് തരിയും മുട്ടയും നുള്ളിയിട്ടത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു കളറിലാണ് നമ്മളിത് ഫ്രൈ ആക്കിയിട്ടെടുക്കേണ്ടത്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും കൂടി റെഡി ആക്കിയിട്ടെടുക്കുക. ഇത് ശരിക്കും ഒരു പഴയ കാല സ്നാക്കാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുക. നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും. ചായ ഉണ്ടാക്കുന്ന സമയം മാത്രം മതി. അത്രയ്ക്കും സിമ്പിളുമാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.